അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു എ പൊട്ടൻഷ്യൽ എനർജി ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ് ആണ് കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ്. അതായത് അപ്പൊ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഞാനിപ്പോ ഇത് തൊട്ട് മുമ്പ് പഠിച്ചത് നിങ്ങൾ നോക്കിയാൽ മതി. രണ്ട് ചാർജുകൾ ഉണ്ടായിരുന്നു, Q1ഉം Q2ഉം. ഈ Q1 കാരണം ഈ Q1 എന്ന് പറയുന്ന ചാർജ് ഇവിടെ ഓൾറെഡി ഇരിക്കുകയാണെന്നാണ് നമ്മൾ നേരത്തെ എടുത്തത്. അതിന് കാരണം അവിടെ ഫീൽഡ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് കാരണം. നമ്മൾ ഫീൽഡ് അസ്യൂം ചെയ്തിട്ടില്ല, അവിടെ വേറെ ഫീൽഡ് ഒന്നും ഇല്ല. അല്ലെങ്കിൽ ഈ Q1നെ നിങ്ങൾക്ക് അവിടെ കൊണ്ടുവന്ന് വെക്കണേനും നിങ്ങളൊരു വർക്ക് ചെയ്തല്ലേ പറ്റൂ. അത് നമ്മൾ നേരത്തെ എടുത്തോ? ചെയ്തില്ല. നമ്മളിവിടെ പറഞ്ഞു Q2വിനെ കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ ഇവിടെ ഒരു വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു, ഈ ഇതിന്റെ പൊട്ടൻഷ്യലിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ആണല്ലോ പറഞ്ഞു. മനസ്സിലായല്ലോ? Q2വിനെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ എടുത്തു വർക്ക് ഡൺ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഫസ്റ്റ് ചാർജ് ഇൻറ്റു Q2 ചെയ്തു. പക്ഷെ Q1 കൊണ്ടുവന്ന് വെക്കുന്നതിനെ പറ്റി നമ്മൾ വല്ലതും എടുത്തോ? അവിടെ ഇല്ല. അതിന് കാരണം അവിടെ എന്ത് നമ്മൾ എടുത്തില്ല നേരത്തെ, എക്സ്റ്റേണൽ ഫീൽഡ് ഒന്നും തന്നെ ഇല്ല. ഒരു ഫീൽഡ് ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ചാർജ് ഇരിപ്പുണ്ട്, അതിന്റെ അടുത്ത് വേറൊരു ചാർജിനെ കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ എങ്ങനെ എന്നാണ് നമ്മൾ നേരത്തെ എടുത്തത്. ഇനി ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പൊട്ടൻഷ്യൽ എനർജി ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ്. അതായത് ഇവിടെ ഓൾറെഡി ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോഴേ ഇവിടെ ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിലേക്ക് നിങ്ങളൊരു ചാർജിനെ കൊണ്ടുവന്ന് വെക്കാൻ പോവുകയാണ്. അപ്പോ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു എ സിംഗിൾ ചാർജ്, ഒരു സിംഗിൾ പോയിന്റ് ചാർജ് കാരണം. ഇപ്പൊ ഇവിടെ ഓൾറെഡി ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും അവിടേക്ക് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന വർക്കാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ ആണല്ലോ. അപ്പൊ ആ വർക്കാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ. യൂണിറ്റ് ചാർജിനെ കൊണ്ടുവരാൻ, അതായത് പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ തന്നെ നമ്മൾ പറയുന്നത് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദിസ് പോയിന്റ് ആണല്ലോ. പക്ഷെ ഇവിടെ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അവിടെ ഉണ്ട്. അപ്പോ നമ്മൾ ഓൾറെഡി അതിനെ അവിടെ കൊണ്ടുവന്ന് വയ്ക്കണമെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്യണം. അപ്പൊ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V ഇൻറ്റു എന്തെന്ന് കിട്ടും നിങ്ങൾക്ക്? Q എന്ന് കിട്ടും. വർക്ക് ഡൺ ഈക്വൽ ടു V ഇൻറ്റു Q. ഈ ഡെഫിനിഷൻ പ്രകാരം തൊട്ട് മുമ്പത്തെ കേസിൽ നമ്മൾ എടുത്തിരിക്കുന്നത് Qന്റെ വാല്യൂ 1 എന്നാണ്, യൂണിറ്റി എന്നാണ് എടുത്തിരിക്കുന്നത്. കാരണം അവിടെ ഫീൽഡ് ഇല്ല. പക്ഷെ ഇപ്പൊ ഇവിടെ ഫീൽഡ് ഉണ്ട്, അതുകൊണ്ട് തന്നെ Qവിനെ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ വർക്ക് ഡൺ എന്തായിരിക്കും? Q ഇൻറ്റു V. മനസ്സിലായോ? അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V മാത്രം നോക്ക്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദിസ് പോയിന്റ്. അതാണ് V, അതാണ് പൊട്ടൻഷ്യൽ. പക്ഷേ കൊണ്ടുവരേണ്ടത് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ അല്ല. എന്തിനാ കൊണ്ടുവരേണ്ടത്? ഒരു ചാർജിനെ കൊണ്ടുവന്ന് വെക്കണം എക്സ്റ്റേണൽ ഫീൽഡിൽ. അപ്പൊ ആ ചാർജിന്റെ വാല്യൂ ഉണ്ട്, അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ വർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് വരും? V ഇൻറ്റു Q, അല്ലെങ്കിൽ Q ഇൻറ്റു V വരും. അപ്പോൾ ഒരു വർക്ക് ചെയ്ത് നിങ്ങളൊരു സാധനം, ഒരു ചാർജിനെ അവിടെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വർക്ക് ചെയ്ത് കൊണ്ടുവന്ന് അവിടെ വയ്ക്കുകയാണ്. അങ്ങനെ വർക്ക് ചെയ്ത് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എനർജി ക്രിയേറ്റ് ആവും. ആ എനർജിയാണ് എന്തെന്ന് വിളിക്കുന്നത്? ദിസ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. U ഈക്വൽ ടു എന്ന് കിട്ടും? QV. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിംഗിൾ ചാർജ് ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? U ഈക്വൽ ടു QV. ക്ലിയർ? ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്, സിസ്റ്റം ഓഫ് 2 ചാർജ്. രണ്ട് ചാർജ് ഉണ്ടെന്ന് വെക്കാം, നേരത്തെ പോലെ Q1ഉം Q2ഉം, ഡിസ്റ്റൻസ് R12. അപ്പൊ നേരത്തെ ഇവിടെ നമ്മളുടെ വ്യത്യാസം എന്താണ്? നേരത്തെ Q1 അവിടെ ഇരിപ്പുണ്ട്, Q2നെ കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ എടുത്തത്. ഇവിടെ എന്താണ്? എക്സ്റ്റേണൽ ഫീൽഡ് ആണ്. അപ്പൊ Q1നെ വെറുതെ അവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റൂല. Q1നെ കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ നമ്മൾ അവിടെ ഒരു വർക്ക് ചെയ്തേ പറ്റൂ. അപ്പോ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു Q1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Q1 കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ U1 ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? Q1 ഇൻറ്റു V. U1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? Q1 ഇൻറ്റു V എന്ന് കിട്ടൂലേ പൊട്ടൻഷ്യൽ എനർജി?
Q1 into V1. V1 എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് 1. ഫസ്റ്റ് പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയായിരുന്നു അതിനെ Q1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു Q2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? U2 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? Q2 into V2. ഇത് രണ്ടും ക്ലിയർ ആയി. ഇനി ചെയ്യേണ്ടത് എന്താണ്? തീർന്നോ? തീർന്നില്ല. ഇനി ഈ രണ്ട് ചാർജുകളെ പരസ്പരം അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തമ്മിൽ ഒരു വർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. വർക്ക് കൊടുത്താൽ ഇവരെ രണ്ടുപേരെയും പരസ്പരമുള്ള അട്രാക്ഷനിൽ നിന്ന് പിടിച്ചു നിർത്താൻ പറ്റും, റിപ്പൾഷനിൽ നിന്ന്. അതാണ് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ്. അതെന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു Q1 ആൻഡ് Q2. Q1 ഉം Q2 തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല നമ്മൾ നേരത്തെ എഴുതി. എന്താണ് ആ വാല്യൂ? 1/4πε0 into Q1 Q2 by R1. അപ്പോ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദിസ് സിസ്റ്റം ഓഫ് ടു പാർട്ടിക്കിൾസ് ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടൂടെ? Q1 into V1 plus Q2 into V2 plus 1/4πε0 Q1 Q2 by R1. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ഇതൊരു എക്സ്റ്റേണൽ ഫീൽഡ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാനൊരു ചാർജ് ആണെന്ന് വിചാരിക്കുക, എന്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കുക, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് ഞാൻ. അപ്പൊ ഈ ഫീൽഡിലേക്ക് എന്നെ കൊണ്ടുവരണം. ആ കൊണ്ടുവരുന്ന വർക്കിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിച്ചത്? പൊട്ടൻഷ്യൽ. അപ്പൊ എന്നെ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, എന്റെ വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പൊ എന്റെ പൊട്ടൻഷ്യൽ ആണ് V1. ക്ലിയർ ആണ്. പക്ഷേ എന്റെ വാല്യൂ 1 അല്ല എന്ന് വിചാരിച്ചോ. 1 ആയിരുന്നെങ്കിൽ എന്റെ പൊട്ടൻഷ്യൽ V1. പക്ഷേ എനിക്ക് പകരം എന്നേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഒരാളിനെയാണ് ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ പോകുന്നത്. എന്നെ കൊണ്ടുവന്ന് വെക്കാൻ നിങ്ങൾക്ക് V1 മതി. പക്ഷെ വേറൊരാളെ കൊണ്ടുവന്ന് വെക്കാൻ നിങ്ങൾക്ക് V1 മതിയാകുമോ? പോരാ. ആ V1ന്റെ കൂടെ അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണോ അത് യൂണിറ്റിനുള്ളതാണ്. അതിന്റെ 10 ഇരട്ടിയുള്ള ആളിനെയാണ് കൊണ്ടുവരുന്നെങ്കിൽ × 10 കൂടി ചെയ്യുക. ക്ലിയർ? അപ്പോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിംഗിൾ ചാർജ് QV ആണ്. അപ്പോ അതാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q1 കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? അവിടുത്തെ പൊട്ടൻഷ്യൽ V1 ആണ്, അത് പോയിന്റ് ചാർജിന്. പക്ഷെ Q1 സൈസുള്ള ആളിനെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ എന്താണ്? Q1 into V1. അതേപോലെ Q2നെ കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ Q2 into V2. ഇനി ഇവർ രണ്ടുപേരെയും കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇവർക്ക് തമ്മിലുള്ള റിപ്പൾഷൻ കാരണം അവർക്കൊരു എനർജി ക്രിയേറ്റ് ആവും, പരസ്പരമുള്ള വർക്ക് കാരണം. അതാണ് എന്ത്? 1/4πε0 Q1 Q2 by R12. അപ്പൊ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദിസ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്ത് വരും? Q1 V1 പ്ലസ് Q2 V2 പ്ലസ് 1/4πε0 into Q1 Q2 by R12. ഇത്രയായിരിക്കും ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ. എക്സ്റ്റേണൽ ഫീൽഡ് ഇല്ല എങ്കിൽ എന്താണ്? ഇത് മാത്രം നമ്മൾ നേരത്തെ കണ്ടതാണ്. 1/4πε0 into Q1 Q2 by R12. ക്ലിയർ ആണോ? അപ്പോ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിംഗിൾ ചാർജും കിട്ടും. എപ്പോ? ഒരു എക്സ്റ്റേണൽ ഫീൽഡിലാണ് നിങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നതെങ്കിൽ ഒരു സിംഗിൾ ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല U = QV. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് കേട്ടോ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് നമ്മൾ അടുത്ത് പഠിക്കാൻ. അപ്പൊ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ട്. പൊട്ടൻഷ്യൽ ഇക്വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ. പൊട്ടൻഷ്യൽ ഈക്വൽ ആയിട്ടുള്ള സർഫസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പൊ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് എ സർഫസ് വെയർ പൊട്ടൻഷ്യൽ റിമെയിൻസ് സെയിം. എല്ലായിടത്തും പൊട്ടൻഷ്യൽ സെയിം. അപ്പൊ പൊട്ടൻഷ്യൽ സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർഫസില് എവിടെ നിങ്ങൾ ഒരു ചാർജിനെ കൊണ്ടുവന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് വെക്കണമെങ്കിൽ ചെയ്യേണ്ട വർക്കിന്റെ വാല്യൂ എന്താണെന്നാണ് അർത്ഥം? സെയിം ആയിരിക്കും അല്ലേ? ഇപ്പൊ ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന് വെച്ചോ, അതിന്റെ അർത്ഥം ഇവിടെ എവിടെ കൊണ്ടുവന്ന് വെക്കാനും നിങ്ങളുടെ സർഫസ് എന്താണ്? വർക്ക് ഡൺ സെയിം ആണ്. അതായത് ഇവിടെ കൊണ്ടുവയ്ക്കാൻ 10 ജൂൾ ചെയ്യണമെങ്കിൽ ഇവിടെ കൊണ്ടുവയ്ക്കാനും 10 ജൂൾ, ഇവിടെ കൊണ്ടുവയ്ക്കാനും 10 ജൂൾ. എവിടെ ഇൻഫിനിറ്റിയിൽ നിന്ന് ചാർജിനെ കൊണ്ടുവന്ന് വെക്കാനും നിങ്ങൾക്ക് എടുക്കേണ്ട എന്താണ്? വർക്ക് എന്ന് പറയുന്നത് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലൂടെ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യേണ്ടെന്ന് അർത്ഥമല്ലേ? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ എവിടെ കൊണ്ടുവന്ന് വെക്കാനും വർക്കിന്റെ വാല്യൂ സെയിം ആണ്. എവിടെ കൊണ്ടുവയ്ക്കാനും. അതിന്റെ അർത്ഥം ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലൂടെ ഒരു ചാർജിനെ നിങ്ങൾക്ക് മൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് അഡീഷണൽ വർക്കൊന്നും ചെയ്യേണ്ട എന്നാണ്.
മനസ്സിലായോ? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ഡെഫിനിഷൻ മനസ്സിലായോ? At every point of which the electric potential is same everywhere potential is same. No work is needed to move charge in this surface. അപ്പൊ ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലൂടെ ഒരു ചാർജിനെ നിങ്ങൾക്ക് മൂവ് ചെയ്യണമെങ്കിൽ, അതായത് 1 point to another, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മൊത്തത്തിൽ പൊട്ടൻഷ്യൽ സെയിം ആണ്. ക്ലിയർ ആണ് ഇത്രയും കാര്യങ്ങൾ. ഇനി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഒന്നാമത്തത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് റിമെയിൻ സെയിം എവരിവെയർ. അതായത് മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ഡയറക്ഷനും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡില് ഇതാണ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇവിടത്തെ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഒരു ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് വെക്കാൻ, അപ്പൊ ഇവിടെയാണ് എനിക്ക് വയ്ക്കേണ്ടത്. ഓക്കെ, ഈ ഇവിടെ ചെയ്യാൻ വെക്കാൻ ഞാൻ എത്ര വർക്ക് ചെയ്തോ അതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ. അടുത്ത് വേറൊരു ചാർജിനെ ഞാൻ കൊണ്ടുവരണേ അവിടെ നിന്ന്, അതിനെ കൊണ്ടുവന്ന് ഇതേ ലൈനിൽ ഞാൻ താഴെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വർക്ക് സെയിം ആയിരിക്കില്ല. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കും, കറക്റ്റ് ഇതേ പോയിന്റിന് തൊട്ട് താഴെ ഞാൻ കൊണ്ടുവന്ന് വെക്കുകയാണ്. കാരണം എന്തുകൊണ്ട്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ഒരു കറസ്പോണ്ടിങ് പോയിന്റിലേക്ക് ഞാനൊരു ചാർജിനെ കൊണ്ടുവന്ന് വെക്കാൻ ഒരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് താഴെ കൊണ്ടുവന്ന് വെക്കാനും ചെയ്യുന്ന വർക്ക് സെയിം തന്നെ. അതേപോലെ അടുത്ത പോയിന്റിൽ കൊണ്ടുവന്ന് വെക്കാനും സെയിം, നേരെയുള്ള ലൈനിൽ മാത്രം. അതേസമയം ഞാൻ ഈ പോയിന്റ് അല്ല, ഇവിടെയാണെന്ന് വെച്ചോ, വർക്ക് സെയിം ആണോ? അല്ല. കാരണം ഇവിടം വരെ കൊണ്ടുവരുന്ന ഡിസ്റ്റൻസ് അല്ല ഇവിടം വരെ കൊണ്ടുവരുമ്പോൾ ഡിസ്റ്റൻസിൽ വ്യത്യാസമുണ്ട്. ഡിസ്റ്റൻസിനനുസരിച്ച് ഞാൻ ചെയ്യേണ്ട വർക്കും കൂടും. അപ്പൊ ഒരേ ലൈനിലാണ് ഞാൻ കൊണ്ടുവന്ന് വയ്ക്കുന്നതെങ്കിൽ ഈ പറയുന്ന പൊട്ടൻഷ്യലിന്റെ വാല്യൂ സെയിം ആയിരിക്കും. അതായത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ പറഞ്ഞാൽ അതാണ് ഇങ്ങനെ വരും. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. എത്ര ലൈൻ വേണമെങ്കിലും എത്ര സർഫസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇത് സത്യത്തിൽ ഞാൻ ലൈനാണ് ഇടുന്നതെങ്കിൽ ഇതൊരു സർഫസ് ആണ്, ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. സർഫസ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ത്രീ ഡയമെൻഷനലി വരച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇത് എന്റെ ഇലക്ട്രിക് ഫീൽഡ്, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പൊ എന്റെ കയ്യിലോട്ട് നോക്കിയാൽ മതി, ഇതാണ് ആ സർഫസ്, ഇതാണ് എന്റെ ഇലക്ട്രിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫീൽഡിലെ ഈ പറയുന്ന ഒറ്റ ലൈനില് പോയിന്റുകളിലെല്ലാം ഞാനൊരു ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് സെയിം ആണ്. അതായത് ഈ പോയിന്റുകളെല്ലാം കൂടി ഇങ്ങനെ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതൊരു സർഫസ് ആണ്. മനസ്സിലായോ? മോർ ഓവർ ഇതിൽ നിന്ന് കിട്ടുന്ന വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് എന്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. കാരണം എന്തായിരിക്കും? ഇതിപ്പോ പെർപെൻഡിക്കുലർ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തൊട്ട് മുമ്പ് വരച്ച് കാണിച്ചതേ ഉള്ളൂ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് വിചാരിച്ചു, ഇതാണ് എന്റെ ഇക്വിപൊട്ടൻഷ്യൽ ചരിഞ്ഞ്, ഇതാണ് എന്റെ ഇലക്ട്രിക് ഫീൽഡ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു പോയിന്റിൽ ഞാൻ ചെയ്യേണ്ട വർക്കാണോ ഈ ഒരു പോയിന്റ് ചെയ്യുക? കാരണം എന്തുകൊണ്ട്? ഈ പോയിന്റ് ഇവിടെ ഇരിക്കുന്നു, ഈ പോയിന്റ് ഇവിടെ ഇരിക്കുന്നു, ഇത് തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസ് ഇല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് ഞാൻ ചെയ്യേണ്ട വർക്കും വ്യത്യാസമല്ലേ? ഇവിടെ വരെ കൊണ്ടുവരാനുള്ള ഡിസ്റ്റൻസ് വർക്കാണോ ഇവിടെ വരെ കൊണ്ടുവരാൻ ചെയ്യേണ്ടതല്ല. അതേസമയം ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ട് വയ്ക്കുമ്പോൾ ഇവിടെ കൊണ്ടുവരാനുള്ളത് തന്നെയാണ് ഇവിടെ എവിടെയും സെയിം ഡിസ്റ്റൻസ്. മനസ്സിലായോ? അപ്പൊ ഇതിൽ നിന്ന് കിട്ടിയ ഒരു ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ equipotential electric field is always perpendicular to the equipotential surface. അപ്പോൾ അതാണ് ഇതിൽ നിന്ന് കിട്ടിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഇത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇൻ ആൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ഷേപ്പ് എന്തായിരിക്കും? ഒരു പ്ലെയിൻ ആയിരിക്കും, പ്ലെയിനാർ ഷേപ്പ്.
അപ്പോൾ ഇൻ ആൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിൽ ബി എ പ്ലെയിൻ, 2-dimensional പ്ലെയിൻ ആയിരിക്കും. ഇതൊക്കെ എൻട്രൻസിനൊക്കെ ചോദിക്കും കേട്ടോ, പരീക്ഷയ്ക്ക് 1 word ആയിട്ട് ചോദിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, സർഫസിന്റെ ഷേപ്പ് എന്തായിരിക്കും? പ്ലെയിൻ. ഇനി ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, ഇവിടെ നമുക്ക് ഒരു പോയിന്റ് ചാർജ് ഉണ്ടെന്ന് നോക്കിയാൽ ആ പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഇവിടുത്തെ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു പോയിന്റിൽ ഞാൻ ചെയ്യേണ്ട വർക്ക്, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ എന്ന് പറയുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കണം അടുത്ത ഡിസ്റ്റൻസ്, അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കണം അടുത്ത ഡിസ്റ്റൻസ് സെയിം. ആ ചാർജിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന പോയിന്റുകളിലെല്ലാം ഞാൻ ചെയ്യേണ്ട വർക്കിന്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? സെയിം. അതായത് ഇതിനെല്ലാം കണക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? ഇങ്ങനെ നോക്കുമ്പോൾ സർക്കിൾ ആണെങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ എന്താണ്? സ്ഫിയർ ആയിരിക്കും കിട്ടുന്നത്. എന്ത് ഷേപ്പ്? സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും. കാരണം ഒരു സ്പെറിക്കൽ ഷേപ്പിലെ ഏത് പോയിന്റിൽ നിങ്ങൾ നോക്കിയാലും ഞാൻ ചെയ്യേണ്ട വർക്ക് സെയിം ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഈക്വൽ ഡിസ്റ്റൻസിലല്ലേ ഇരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈക്വൽ ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റുകളിലും പൊട്ടൻഷ്യൽ സെയിം, അതേപോലെ ഈക്വൽ ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന എല്ലാ പോയിന്റുകളിലും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അപ്പൊ ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. എന്താണ് ഷേപ്പ്? സ്പെറിക്കൽ ഷേപ്പ്. ഇതൊരു സർക്കിളെ വരയ്ക്കാൻ പറ്റുള്ളൂ. എത്ര സർക്കിൾ വേണോ വരയ്ക്കാം. ആ തൊട്ടപ്പുറത്തെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സ്പിയറും എന്താണ്? സ്പിയർ. അതായത് 3-dimensional കേട്ടോ. ഞാൻ നേരത്തെ ഇപ്പൊ ഇവിടെ വരച്ച പോലെ കാണുമ്പോൾ സർക്കിൾ ആണെങ്കിലും സ്പെറിക്കൽ ഷേപ്പാണ്. അപ്പൊ സ്പെറിക്കൽ ഷേപ്പിൽ ഇരിക്കുമ്പോഴും ഇതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾ നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഈ പറയുന്ന എല്ലാ ലൈനുകളും ഈ പറയുന്ന സർക്കിളിന് പെർപെൻഡിക്കുലർ ആണ് അല്ലേ? നോക്കൂ, എല്ലാ ലൈനുകളും ആ പറയുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയി. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. പിന്നെ ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ കോൺസെൻട്രിക് ഷേപ്പ് ആയിരിക്കും. കോൺസെൻട്രിക് സ്ഫിയർ ആയിരിക്കും. ഒരു സ്ഫിയർ അല്ല, എത്ര സ്ഫിയർ ആണെങ്കിലും. അപ്പൊ കോൺസെൻട്രിക് സ്ഫിയേഴ്സ് എന്ന് പറയാം. കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ ഒറ്റ സെന്ററിൽ നിന്ന് നിങ്ങൾ വരയ്ക്കുന്ന ഒരുപാട് സ്ഫിയറുകളെല്ലാം ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളായിരിക്കും. ക്ലിയർ ആണോ? ആണ്. അപ്പോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ കുറിച്ച് നമുക്ക് പറയാവുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇനി രണ്ടാമത്തത്, നോ വർക്ക് ഈസ് നീഡഡ് ടു മൂവ് ദ ചാർജസ് ഇൻ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇനി മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ പ്രോപ്പർട്ടി പോലെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് എന്തായിരിക്കും? കനോട്ട് ഇന്റർസെക്ട്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് കനോട്ട് ഇന്റർസെക്ട്. രണ്ടുപേർക്ക് ഇന്റർസെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഒരൊറ്റ പൊട്ടൻഷ്യൽ വാല്യൂ കാണും, സേ 5 വോൾട്ട്. ആ 5 വോൾട്ട് ആയിരിക്കും അടുത്തിരിക്കുന്ന തൊട്ടപ്പുറത്തിരിക്കുന്ന കോൺസെൻട്രിക്, അതിൽ 6 വോൾട്ട് ആയിരിക്കും. ഈ 5 വോൾട്ടിന്റെ സ്ഫിയർ ചെന്ന് 6ൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോമൺ പോയിന്റ് കിട്ടൂലേ? അപ്പൊ അവിടെ 5 ആണോ 6 ആണോ? അപ്പോ ഇറ്റ് ഈസ് ഇൻവാലിഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾക്ക് പരസ്പരം ടച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇത്രയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ പറ്റി പറയാനുള്ളത്. ഒന്നെന്താണ് പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ? എവരി പോയിന്റ് ഇൻ ഓൺ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് പൊട്ടൻഷ്യലി സെയിം. അതാണ് അതിന്റെ ഡെഫിനിഷൻ. ഇനി നോ വർക്ക് ഈസ് നീഡഡ് ടു മൂവ് ചാർജസ് ഇൻ ദിസ് സർഫസ്. ഇനി മൂന്നാമത്തത്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. പിന്നെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ഷേപ്പ് എന്തായിരിക്കും? പ്ലൈനാർ ഷേപ്പ് ആയിരിക്കും. വീട്ടിയ പോയിന്റ് ചാർജ് എന്തായിരിക്കും? കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആയിരിക്കും. ഇനി ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് കനോട്ട് ഇന്റർസെക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? കണ്ടക്ടേഴ്സ് എന്നാണ്. കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. നമുക്കിപ്പോ ആദ്യം പറയാം കണ്ടക്ടേഴ്സിനെ പറ്റി. എന്താണ് കണ്ടക്ടർ? കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറണ്ടിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കണ്ടക്ടേഴ്സിനെ വേറെ രീതിക്ക് പറഞ്ഞാൽ എ മെറ്റീരിയൽ വിച്ച് ഹാസ് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്, അതിനെയാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ജനറലി പറഞ്ഞാൽ മെറ്റൽസ്, എല്ലാ മെറ്റൽസും ഭയങ്കരമായി കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതിന് കാരണം മെറ്റൽസ്, നിങ്ങൾക്കറിയാം മെറ്റൽസിന്റെ താഴേക്ക് വരുന്നതോറും ആറ്റത്തിന്റെ സൈസ് കൂടി വരുന്നു. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺസും മെറ്റലിന്റെ ന്യൂക്ലിയസും തമ്മിലുള്ള, അല്ലെങ്കിൽ ആറ്റത്തിന്റെ ന്യൂക്ലിയസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുമ്പോൾ വാലൻസ് ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോൺസിന് പെട്ടെന്ന് തന്നെ ചാടിപ്പോവാനുള്ള ചാൻസ് കൂടുകയാണ് ആണല്ലോ. ഇപ്പൊ മെറ്റൽസിന്റെ കേസിൽ താഴേക്ക് പോകും തോറും, ഇനി അതായത് മെറ്റൽസ് എല്ലാം ലെഫ്റ്റ് സൈഡിലല്ലേ കിടക്കുന്ന പീരിയോഡിക് ടേബിൾ, പക്ഷേ പീരിയോഡിക് ടേബിളിന്റെ വലത്തേക്ക് പോകുന്നതോറും ആറ്റത്തിന്റെ സൈസ് ചുരുങ്ങി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്.
പീരിയോഡിക്. അത് നിങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് മെറ്റൽസിനെല്ലാം ഈ പറഞ്ഞതുപോലെ വാലൻസ് ഇലക്ട്രോണിന് ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ കുറവാണ്. അപ്പൊ ഈ പറയുന്ന വാലൻസ് ഇലക്ട്രോൺസ്, ഒരുപാട് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, വലിയ വലിയ ആറ്റങ്ങൾ. ഈ വാലൻസ് ഇലക്ട്രോണിന് എന്തിനുള്ള ടെൻഡൻസിയാണ്? പെട്ടെന്ന് തന്നെ ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ ഭേദിച്ച് പുറത്തു പോകാനുള്ള ടെൻഡൻസിയാണ്. പെട്ടെന്ന് അയോൺസ് ആയിട്ട് മാറാനുള്ള ടെൻഡൻസിയാണ്. മനസ്സിലായി? ചെറിയൊരു എനർജി കിട്ടിയാൽ മതി, അപ്പോഴേ അവർ ചാടി. ഇങ്ങനെ ചാടിപ്പോകുന്ന മെറ്റൽസിന്റെ ഇലക്ട്രോൺസിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ ഇലക്ട്രോൺ. അപ്പൊ ഫ്രീ ഇലക്ട്രോൺസ് മെറ്റൽസിന് കൂടുതലാണ്. ഫ്രീ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫ്രീ ആകാൻ കഴിവുള്ള വാലൻസ് ഇലക്ട്രോൺ മെറ്റൽസിലുള്ള അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ ഇലക്ട്രോൺ. അത് മെറ്റൽസിൽ കൂടുതലാണ്, എന്നാൽ നോൺ മെറ്റൽസിൽ വളരെ കുറവാണ്. ഓക്കെ, അപ്പോ ഇത്തരം മെറ്റൽസിന് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺ എന്തിനു സഹായിക്കും? ഇലക്ട്രോണിന്റെ ഫ്ലോ ആണ് കറണ്ട്. അങ്ങനെ കറണ്ട് ഫ്ലോയ്ക്ക് സഹായിക്കുന്ന ഫ്രീ ഇലക്ട്രോൺസ് കൂടുതലുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്? കണ്ടക്ടേഴ്സ്. അങ്ങനെ ഈ കണ്ടക്ഷന് സഹായിക്കുന്ന ഇലക്ട്രോണിനെ, ഈ ഫ്രീ ഇലക്ട്രോണുകളെ എന്തെന്നും വിളിക്കും? കണ്ടക്ഷൻ ഇലക്ട്രോൺ എന്ന് വിളിക്കും. അപ്പോൾ കണ്ടക്ടേഴ്സ് ആർ ഹാവിംഗ് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഫ്രീ ഇലക്ട്രോൺസ് പറഞ്ഞാൽ 10⁻28 per meter cube എന്ന് പറയും. ഒരു മീറ്റർ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 10⁻28 ഇലക്ട്രോൺസ് കാണും എന്നാണ് പറയുന്നത്. ആർക്ക്? കണ്ടക്ടേഴ്സിന്, ഫ്രീ ഇലക്ട്രോൺ. ഈ ഫ്രീ ഇലക്ട്രോണിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഇലക്ട്രോൺ എന്ന് വിളിക്കും? കണ്ടക്ഷൻ ഇലക്ട്രോൺ എന്ന് വിളിക്കും. മനസ്സിലായോ? ഇലക്ട്രോൺസ് ആർ ഓൾസോ കോൾഡ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ്. ഓക്കെ, ഇപ്പൊ എന്താണ് കണ്ടക്ടർ എന്ന് ഞാൻ പറഞ്ഞു, ക്ലിയർ ആയല്ലോ. ഇനി കണ്ടക്ടറിന്റെ ഇനി നമ്മൾ കണ്ട 2-3 ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ് പറയുന്നത്. ഇൻസൈഡ് എ conductor electric field does not exist. Inside a conductor electrostatic field is zero. അല്ലെങ്കിൽ electrostatic field does not exist. അല്ലെങ്കിൽ electrostatic field എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ ആണ് ഒരു കണ്ടക്ടറിന്റെ അകത്ത്. അതിന് കാരണം ബേസിക്കലി പറഞ്ഞാൽ കണ്ടക്ടറിനെ ഒരു മെറ്റലാക്കി എടുത്തു കഴിഞ്ഞാൽ എവരി ആറ്റം ഈസ് ന്യൂട്രൽ ആണല്ലോ. ആറ്റം എല്ലാം ന്യൂട്രൽ ആണ്. കാരണം അതിനകത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. ആ പോസിറ്റീവ് എത്രയാണോ അത്രയും നെഗറ്റീവ് ചാർജാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഒരു ആറ്റം, എല്ലാ ആറ്റങ്ങളും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയുന്നത്. അതേ കൺസെപ്റ്റാണ് ഇവിടെയും പറയുന്നത്. ഇൻസൈഡ് എ കണ്ടക്ടർ, ഒരു കണ്ടക്ടറിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് സീറോ അല്ലെങ്കിൽ അവിടെ അതിനകത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫ്ലോ ചെയ്യാൻ തുടങ്ങിയാൽ ഒരു മെറ്റലിന്റെ അകത്ത് ഓൾറെഡി ഒരു കറണ്ട് കാണണം, ഇന്റേണൽ കറണ്ടുകൾ കാണണം. പക്ഷേ നമ്മൾ ഒരു മെറ്റലിലും അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിന്റെ അകത്ത് ഒരു ഇന്റേണൽ കറണ്ട് ഉള്ളതായിട്ട് നമ്മൾക്ക് തോന്നിയിട്ടില്ല, നമ്മൾ കണ്ടെത്തിയിട്ടുമില്ല. അപ്പൊ അതിൽ നിന്നും നമുക്ക് വ്യക്തമാണ് എന്താണ്? ഒരു കണ്ടക്ടറിന്റെ അകത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് സീറോ ആണ്. മനസ്സിലായ? പക്ഷെ നിങ്ങൾ ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താണ് ചാർജിങ്? ഇലക്ട്രോൺ കൊടുക്കുക അല്ലെങ്കിൽ ഇലക്ട്രോൺ വാങ്ങുക. പക്ഷെ ഒരു ഇതുപോലുള്ള ഒരു കണ്ടക്ടറിലേക്ക് നിങ്ങൾ ഇലക്ട്രോൺസിനെ കുറച്ചുകൂടെ കൊടുക്കുകയാണ്. അങ്ങനെ ചാർജ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഇന്റേണൽ കറണ്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡ് ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? ആ ഇലക്ട്രോൺസ് പരസ്പരം റിപ്പൽ ചെയ്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങും. അപ്പോൾ എഗെയിൻ ആ ആറ്റം എന്തിനു ശ്രമിക്കും? ന്യൂട്രാലിറ്റി ഉണ്ടാക്കാനായിട്ട്. പറയുന്നത് മനസ്സിലാകുമ്പോൾ പോയിന്റ്സ് വ്യക്തമായിട്ട് കേട്ട് നോട്ട് ചെയ്ത് വെച്ചോളാം. രണ്ടാമത്തത്, ദ ഇന്റീരിയർ ഓഫ് എ കണ്ടക്ടർ cannot have no excess charge. ഇപ്പോ എക്സസ് ചാർജ് ഉണ്ടാവാൻ പറ്റില്ലെന്നാണ് പറയുന്നത് ഒരു കണ്ടക്ടറിന്റെ അകത്ത്. ഇപ്പൊ ഒരു കണ്ടക്ടർ എടുക്കുക, അതിനകത്ത് എക്സസ് ചാർജ് കൂടുതൽ, എക്സസ് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് കൂടുതലാണെന്ന് വിചാരിക്കുക. അപ്പൊ ആറ്റം ഫസ്റ്റ് കണ്ടീഷൻ പ്രകാരം ന്യൂട്രൽ ആയിട്ട് ഇരിക്കേണ്ടതാണ് കണ്ടക്ടർ. പക്ഷെ ചാർജിന്റെ എണ്ണം കൂടി. ഇങ്ങനെ ചാർജിന്റെ എണ്ണം കൂടിയാൽ എന്ത് സംഭവിക്കും? ചാർജുകൾ തമ്മിൽ എന്ത് തുടങ്ങും? പരസ്പരം റിപ്പൽ ചെയ്യാൻ തുടങ്ങും. ഒരേപോലത്തെ ചാർജ് അല്ലേ? ചാർജുകൾ തമ്മിൽ റിപ്പൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചാർജുകൾ റിപ്പൽ ചെയ്ത് എന്ത് സംഭവിക്കും? ഒരാൾ മറ്റേയാളെ പുഷ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ പുഷ് ചെയ്ത് കണ്ടക്ടറിന്റെ അകത്തിരിക്കുന്ന ആ പറയുന്ന ചാർജുകളെല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങും. അത് പുറത്തേക്ക് വന്ന് ആ കണ്ടക്ടറിന്റെ സർഫസിൽ വന്ന് അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. സർഫസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വെളിയിലുള്ള ഫീൽഡ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ചാർജുകൾക്ക് മൂവ്മെന്റ് ഉണ്ടാവുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോ ഇന്റീരിയർ ഓഫ് എ കണ്ടക്ടർ എക്സസ് ചാർജ് ഉണ്ടാവാൻ പാടില്ല. എക്സസ് ചാർജ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവർ പരസ്പരം റിപ്പൽ ചെയ്ത് സർഫസിലേക്ക് വരും. പിന്നെ അവിടെ നിന്ന് ഫീൽഡിനനുസരിച്ച് അത് മൂവ് ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്
ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് നോർമൽ ടു എ ചാർജ്ഡ് കണ്ടക്ടർ. ഒരു ചാർജ്ഡ് കണ്ടക്ടറിന് നോർമൽ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. നമ്മൾ പല ഡെഫിനിഷൻസ് അതിന് കാരണങ്ങളെല്ലാം പറഞ്ഞു. എന്നാലും നോക്കാം. ഇത് തന്നെയാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ ഓൾവേസ് നോർമൽ എന്ന് പറയുന്നത്. ഏകദേശം വേറൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയോ, ഇതാണ് ഒരു കണ്ടക്ടിങ് സർഫസ് എന്ന് വെച്ചോ, ഇത് ഇലക്ട്രിക് ഫീൽഡ് നോർമൽ. ഇത് നോർമൽ അല്ലെന്ന് വിചാരിക്കും, ചരിഞ്ഞാണെന്ന്. ഇങ്ങനെ ചരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും തീറ്റ. അത് കാരണം ഇവിടെ ഒരു ഇ കോസ് തീറ്റ എന്നൊരു കമ്പോണന്റ് വരും. അതായത് ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ആക്ടിങ് ടാൻജൻഷ്യലി അല്ലെങ്കിൽ മൂവിങ് ടാൻജൻഷ്യലി ഓൺ എ ചാർജ്ഡ് കണ്ടക്ടർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഇലക്ട്രിക് ഫീൽഡിന് ഒരു ടാൻജൻഷ്യൽ കമ്പോണന്റ് വരും. ആ ടാൻജൻഷ്യൽ കമ്പോണന്റ് എന്ന് പറയുന്നത് എവിടെ കൂടെ പോവും? ആ സർഫസിലൂടെ പോവും. ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് മുകളിലോട്ടാണ് പോകുന്നത്. അതേസമയം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ചരിഞ്ഞ് ആക്ട് ചെയ്താൽ ഇതിന്റെ ഒരു കമ്പോണന്റ് കണ്ടോ, ഈ കമ്പോണന്റ് എവിടെ കൂടെ പോകും? ഇതിന്റെ സർഫസിലൂടെ പോകാൻ തുടങ്ങും. അതായത് എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഫീൽഡ് സർഫസിലൂടെ ഒഴുകാൻ തുടങ്ങും. അത് ഡേഞ്ചറസ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഉണ്ടാകാറില്ല. അത് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. ഡേഞ്ചറസ് എന്ന് മാത്രമല്ല, അത് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇലക്ട്രിക് ഫീൽഡ് എന്ത് തന്നെയാണ്? സർഫസിന് പെർപെൻഡിക്കുലർ തന്നെയാണെന്ന് നമ്മൾ ഉറപ്പിച്ചു. ഇനി നാലാമത്തത്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് സെയിം at all points inside a charged conductor. Inside a charged conductor. And it is equal to electric potential at the surface. Electrostatic potential is same at all points inside a charged conductor, which is equal to electric potential at the surface. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇതിന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ ഫസ്റ്റിൽ പഠിച്ചത്. സർഫസിൽ തന്നെ ആയിരിക്കും അകത്ത്, കാരണം അവിടെ വരെ വർക്ക് ചെയ്തെന്ന് മതി. ഓക്കെ, ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ. ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ബൈ എപ്സിലോൺ 0. ഇലക്ട്രിക് ഫീൽഡ് ഓൺ എനി പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ബൈ എപ്സിലോൺ 0. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡിൻസ്. ഒരു ചാർജ്ഡ് കണ്ടക്ടറിന്റെ സർഫസിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ. ഇത് നമ്മൾ ഡെറിവേഷൻ ചെയ്തതുമാണ്. നിങ്ങൾ നോക്കിയാൽ മതി, ഡെറിവേഷൻ ചെയ്തിട്ടുണ്ട് സിഗ്മ ബൈ എപ്സിലോൺ. അപ്പൊ ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട്. വളരെ ഇമ്പോർട്ടന്റ്. ഇതെല്ലാം എക്സ്പ്ലനേഷന് ഞാൻ പറഞ്ഞു, അതെല്ലാം വ്യക്തമായിട്ട് നോട്ട് ഉണ്ടായിക്കോളാം. ഇതിൽ ഏത് വേണമെങ്കിലും പരീക്ഷയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. ഓക്കെ.